യെസ്. എന്താ ഇന്ന് സ്ഫോടക വസ്തുക്കൾ കയ്യിൽ? ശരിക്കും സ്ഫോടക വസ്തുക്കൾ തന്നെയാണ്. ആദ്യം മറനീക്കി വന്നത് ഇല്യൂമിനാറ്റി ആണെങ്കിൽ ഇപ്പോൾ ലൂസിഫറിന്റെ പിന്നാലെ എമ്പുരാനും ഇപ്പോൾ പലവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജോർജ് സോറോസ്, OCCRP, അങ്ങനെ USAID വരെ എത്തി നിൽക്കുന്നുണ്ട് സ്ഫോടകമായിട്ടുള്ള എല്ലാ വിവരങ്ങളും. അപ്പോൾ USAID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കൻ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫണ്ട് എന്നാണ് പറയണേ. പക്ഷേ അവർ ഈ ഫണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ റെജീം ചേഞ്ച് അല്ലെങ്കിൽ മീഡിയയിൽ നാരേറ്റീവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പറയുന്നതോടുകൂടി തന്നെ ട്രംപ് ഓൾറെഡി അതിൻ്റെ ഫണ്ട്സ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു. ഈലോൺ മസ്ക് ഡോജ് കൂടെ എല്ലാ വിവരങ്ങളും പുറത്തു വിട്ട് കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്, അങ്ങനെയാണ് DOGE. അപ്പോൾ അതിലൂടെ വന്ന വിവരത്തിലാണ് നമുക്ക് അറിയണത് ശ്രീലങ്കയിൽ നടന്ന റെജീം ചേഞ്ച്, ബംഗ്ലാദേശിൽ നടന്ന റെജീം ചേഞ്ച്, ഇതൊക്കെ USAIDന്റെ ഫണ്ടിങ്ങോടുകൂടി കരുതിക്കൂട്ടി നടത്തിയതാണ് എന്നുള്ളതാണ് നമ്മൾ വിവരം അറിയണം. അപ്പോൾ ഊഹാപോഹങ്ങൾ ആയി നിന്നിരുന്നത് മുഴുവൻ സത്യമാണ് എന്ന് തെളിയാണ്. പബ്ലിക് ഇൻഫർമേഷൻ ആയിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. വിക്കിലീക്സിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, ഡിസ്കഷൻസിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ്, മണി ട്രെയില്, എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വന്ന് കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഏറ്റവും വറി ചെയ്തിരിക്കുന്നത് പബ്ലിക് ഡൊമെയിനിൽ വന്ന കാര്യങ്ങളിൽ ഇപ്പോൾ സാം പിത്രോടെയൊക്കെ സ്വന്തം വെബ്സൈറ്റിൽ തന്നെ ഇട്ടിരിക്കുന്നത് USAID സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ സാം പിത്രോടെ തന്നെയാണ് രാഹുൽ ഗാന്ധി അബ്രോഡ് ചെല്ലുമ്പോൾ ഇൽഹാൻ ഓമറിനെ കൊണ്ടുപോയി മീറ്റ് ചെയ്യിപ്പിക്കുന്നതും. അപ്പോൾ ആ ഒരു ആന്റി നാഷണൽ റെജീം ചേഞ്ച് ഒരു പദ്ധതി ഇന്ത്യക്കും ഇട്ടിട്ടുണ്ട്. പിത്രോഡാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു മെന്ററാണ്. ഓർമ്മയുണ്ടോ? ഓവർസീസ് കോൺഗ്രസിന്റെ എന്താ OINC, ഓവർസീസ് ഇന്റർനാഷണൽ കോൺഗ്രസ്, അതിന്റെ എന്തോ പ്രസിഡന്റോ ഒക്കെ ആയിരുന്നു. ആൻഡ് ഹി മെയ്ഡ് എ കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ് ഡ്യൂറിങ് ലാസ്റ്റ് ഇലക്ഷൻ. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കി. ആ പൊസിഷനിൽ നിന്ന് മാറ്റിയെങ്കിലും ഇവരുടെ ഈ ഗുരു ശിഷ്യ റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് ഇൻടാക്ട്. വീണ്ടും ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തിരിച്ചെടുക്കുകയും ചെയ്തു. എടുത്തോ? തിരിച്ചെടുത്തു. ഞാൻ പറഞ്ഞു ശരി, മരുന്നിന് ചെയ്തു, അത്രേ ഉള്ളൂ. അതെ, അത് അന്നത്തെ എംബറാസ്മെന്റ് ഒന്നും ഒഴിവാക്കാനായിട്ട് ചെയ്തതാണ്. അന്ന് ഈ മനുഷ്യൻ പറഞ്ഞത് ഈ ഇന്ത്യയിലെ ആൾക്കാരുടെ സ്വത്ത് മുഴുവൻ പിടിച്ചെടുക്കുക, എന്നിട്ടത് തുല്യമായിട്ട് വീതിക്കുക. അതാണല്ലോ സോഷ്യലിസം. ലക്ഷ്മിയുടെ 10,000 രൂപ വാങ്ങിച്ചിട്ട് കുറേ പേർക്ക് 1000 പേർക്ക് 10 രൂപ വെച്ച് കൊടുക്കുക. ആരാൻ്റെ പൈസ വെച്ചിട്ടാണ് പ്ലാനിങ് മുഴുവൻ. അത് മാത്രമല്ല, ഇത് വീതിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറയുമല്ലോ, ആർക്കും പ്രയോജനപ്പെടുകയില്ല. അങ്ങനെ ഒരു സംഗതിയുണ്ട്. എല്ലാവരും ദരിദ്രന്മാരായിട്ട് മാറും. ദാരിദ്ര്യമില്ലായിരുന്നു ലക്ഷ്മിയും ദരിദ്രയായി. ഓൾറെഡി ദരിദ്രനായവൻ അവന് 10 രൂപ കിട്ടിയാലെന്താ, 100 രൂപ കിട്ടിയാലെന്താ, അവൻ്റെ ദാരിദ്ര്യം ഒട്ടും മാറുന്നുമില്ല. ഇങ്ങനത്തെ ഫുള്ളിഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയെ ചാട്ടക്കയറ്റി ആ മനുഷ്യൻ ഇതൊക്കെ ഓടി നടന്ന് പ്രസംഗിച്ച് ആകെ കൂടെ കുഴപ്പത്തിലായി. എനിവേ, ഇതിലിപ്പോൾ സംഭവിച്ചത് എന്താ? USAID ഇപ്പോൾ എന്താ വെച്ചാൽ അവര് ബംഗ്ലാദേശ് അട്ടിമറി അവർ സാധിച്ചു, ശ്രീലങ്കൻ അട്ടിമറി സാധിച്ചു. അതുപോലെ ഇന്ത്യയിൽ അട്ടിമറി നടത്താൻ വേണ്ടിയിട്ടും മോദിയെ മറിച്ചിടാൻ വേണ്ടിയിട്ടും കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ മീഡിയ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 75,000 ആൾക്കാർ ജേർണലിസ്റ്റിനെയാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു ഫാക്ട് ശാല അംബാസിഡർ പ്രോഗ്രാം, ഫാക്ട് ചെക്കിംഗ് എന്നുള്ള പേരിൽ ഉള്ള ഒരു ട്രെയിനിങ്. അതിൽ പേര് കേട്ട നമ്മുടെ ജേർണലിസ്റ്റിന്റെ ഒക്കെയാണ് അവർ ബോർഡിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ശേഖർ ഗുപ്ത, ഫേ ഡിസൂസ, ജയന്ത് മാമൻ, നമ്മുടെ മനോരമയിലത്തെ ഇവരൊക്കെ ഇതിന്റെ ബോർഡ് ഓഫ് എന്താ പറയാ ക്ലാസ്സസ് എടുക്കാനും ഇതൊക്കെ നടത്തിപ്പുകാരാണ്. അപ്പോൾ അങ്ങനെ ഫാക്ച്വൽ അംബാസിഡർ ആയിട്ടാണ് അവര്. അപ്പോൾ റീജിയണൽ ജേർണലിസ്റ്റിനെയും കൈക്കലാക്കുക, കൊച്ചു കൊച്ചു ആൾക്കാരെ ഫാക്ട് ചെക്കേഴ്സ് എന്നുള്ള മാതിരി. സാർ സൂബേർ എന്നൊരാളെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് മാതിരി അവനല്ലേ ആ നൂപുർ ശർമ്മ കേസ് വെറുതെ ഊതി വീർപ്പിച്ച് വലുതാക്കി അവർക്ക് പുറത്തിറങ്ങാൻ ഇപ്പോഴും അവർ സെക്യൂരിറ്റിയിലാണ് കഴിയുന്നത്. അതേസമയം അവരുടെ കൗണ്ടറിൽ ഇരുന്ന ആ മുസ്ലിം ഉണ്ടല്ലോ, അയാൾ ഇപ്പോഴും സുഖമായിട്ട് ഇതൊക്കെ വളർത്തുന്നത്. ഒരു സെക്യൂരിറ്റി റിസ്കും ഇല്ല, ഒന്നുമില്ല. ഇവർ സർത്തൻ സജുദ അതിൻ്റെ പേരിൽ 2 പേരെ മറ്റോ രാജസ്ഥാനിൽ കൊന്നു, ഒരാളെ മഹാരാഷ്ട്രയിൽ കൊന്നു, എന്തെല്ലാം ചെയ്യിച്ചു ഈ സുബേർ.
എക്സാക്ട്ലി. അപ്പോൾ ഈ ആൾക്കാർക്ക് അബ്രോഡ് യൂറോപ്യൻ മീറ്റിംഗ്സും ഇതൊക്കെ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ US മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് അവരെ അവിടെ കൊണ്ടുപോയി സൽക്കരിച്ച് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമും ഉണ്ട്. ഈ സൂബേറിനൊക്കെ കിട്ടിയിട്ടുണ്ട് അത്രേ. സൂബേറിന്റെ കൂടെയുള്ള പ്രതീക് സിൻഹ, അയാൾക്ക് അങ്ങനത്തെ ഒരു സൽക്കാലം ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൂടാതെ അവരെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, നമ്മളുടെ അവിടെ ഈ വിഷമവും ദേഷ്യവും തമ്മിലടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാസ്റ്റ് സെൻസസ്, പിന്നെ എന്താ പറയുക ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ്, ഷാഹീൻ ബാഗ്, പിന്നെ കശ്മീർ ANTI-CEA, പിന്നെ കശ്മീരിൽ ഹാഫിസ് സയ്യിദ് ടെററിസ്റ്റ് ആണെന്ന് US കൂടി ഡിക്ലെയർ ചെയ്തതിന് ശേഷം അവർക്ക് അവരുടെ ഓർഗനൈസേഷന് പോയി ഫണ്ടിങ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് അവർ ഇന്ത്യയിൽ റെജീം ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളുടെ ഇടയിലുള്ള വ്യത്യാസങ്ങൾ, ആ വ്യത്യാസങ്ങൾ വലുതാക്കുക. നമ്മളത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ലക്ഷ്മി വെളുത്തിട്ടാണ്, ഞാൻ കറുത്തിട്ടാണ്, ഓക്കെ ഫൈൻ, നമ്മൾ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നു. അവർ എന്നെ ഇങ്ങനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യും, താൻ കറുത്തിട്ടാണ്, ലക്ഷ്മി വെളുത്തിട്ടാണ്, നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ലക്ഷ്മിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടില്ലേ, ആസ് ഇഫ് യു ആർ ഇൻഫീരിയർ ടു ഹർ എന്ന് പറഞ്ഞ് അങ്ങനെ ഏഷണി പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ശരിയാണല്ലോ. ചില വീഡിയോസ് ഞാൻ പത്രികയുടെ എടുത്തു നോക്കുമ്പോൾ എൻ്റെ സംസാരം തടസ്സപ്പെടുത്തി ലക്ഷ്മി ഇടയ്ക്ക് കയറും. ഒരു കോംപ്ലക്സ് അങ്ങോട്ട് തുടങ്ങിയാലല്ലോ, പിന്നെ ഇതിന് അന്ത്യമില്ല. ദെൻ ഐ ബിക്കെയിം യുവർ എനിമി ആൻഡ് യു ഡോണ്ട് നോ. യു ആർ അബ്സല്യൂട്ട്ലി അൺഅവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൈ മൈൻഡ്. ഞാൻ ലക്ഷ്മിയെ ശത്രുവായിട്ട് കാണാൻ തുടങ്ങുക. എന്നിട്ട് ലക്ഷ്മിയെ പറ്റി പല സ്ഥലത്തും അപവാദം പറയും. ഇതൊക്കെ ലക്ഷ്മിയുടെ ചെവിയിലെത്തുമ്പോൾ ആദ്യമൊക്കെ ലക്ഷ്മി ഡിസ്കൗണ്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല, എനിക്കറിയാം, ഞങ്ങൾ ഡെയിലി കാണുന്നതല്ലേ. ബട്ട് ദെൻ ദർ ഈസ് എ ബിഗ് ആർമി അഗൻസ്റ്റ് യു ആൻഡ് വൺ ഡേ യു വിൽ ബി സോഷ്യലി ബോയ്കോട്ടഡ്. ഏതെങ്കിലും പൊസിഷനിൽ ലക്ഷ്മി ഇരിക്കുകയാണെങ്കിൽ അവിടെ എല്ലാവരും ലക്ഷ്മി ആക്രമിക്കുന്നു, ലക്ഷ്മിയുടെ പൊസിഷൻ പോകുന്നു. ജസ്റ്റ് ലൈക്ക് ഒരു ഭരണാധികാരിയെ മാറ്റുന്നത് പോലെ ഒരു സാധാരണ വ്യക്തിയെ അയാളുടെ ചെറിയ സൊസൈറ്റിയിൽ ഒറ്റപ്പെടുത്താൻ വരെ ഇവരുടെ ഈ ടെക്നിക്ക് ഇവർ ഉപയോഗിക്കും. അതിൻ്റെ വലിയൊരു സംഗതിയാണ് ഈ ഉത്തർ ഭാരത്, ദക്ഷിൺ ഭാരത് എന്ന് പൊതുവെ പറയില്ല, സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ. ഇത് രണ്ട് പ്രദേശങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അല്ലാതെ ഈ പ്രദേശങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, മനുഷ്യർ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. സിൻസ് ടൈം ഇമ്മെമ്മോറിയൽ നമ്മൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ കാശിയിൽ പോകും. അത് നോർത്ത് ഇന്ത്യയാണ്. ഇതൊന്നും നമുക്ക് ബാധകമല്ല. അവിടെ ഏത് രാജാവ് ഭരിച്ചാൽ നമുക്കെന്താ? വി ഡോണ്ട് നീഡ് എ പാസ്പോർട്ട്, വി ഡോണ്ട് നീഡ് എനിബഡീസ് പെർമിഷൻ. നമ്മളിങ്ങനെ തീർത്ഥയാത്രയ്ക്ക് പോകും, അവർ രാമേശ്വരത്തേക്ക് വരും. ഇൻഫാക്റ്റ് ഞാൻ ഒരിക്കൽ രാമേശ്വരത്ത് പോയപ്പോഴാണ് വിചിത്രമായ ഒരു സമ്പ്രദായം, അതൊരു മഹാരാഷ്ട്രക്കാരനാണ് എന്നോട് പറഞ്ഞത്. രാമേശ്വരത്ത് നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കും. എന്നിട്ട് ഒരു ബോട്ടിൽ ഗംഗാജലം എടുക്കും. നെക്സ്റ്റ് ടൈം രാമേശ്വരത്ത് വരുമ്പോൾ ആ കടലിൽ ഈ ഗംഗാജലം ഒഴിക്കും, വീണ്ടും കുറച്ച് മണ്ണെടുക്കും. അങ്ങനെ സമയം കിട്ടുമ്പോൾ ഒരു ദിവസം ഗംഗയിൽ പോകും, ആ മണ്ണും ഗംഗയിൽ ഒഴുക്കും, വീണ്ടും ഗംഗയിൽ വെള്ളം. ഇങ്ങനെ ലൈഫ് ചാൻസ് കിട്ടുമ്പോഴെല്ലാം ഗംഗാജലം രാമേശ്വരത്ത് ഒഴുക്കുകയും രാമേശ്വരത്തെ മണ്ണ് ഗംഗയിൽ ഒഴുക്കുകയും ചെയ്യുന്ന സമ്പ്രദായം ഇത് ഭാരതത്തിലുണ്ട് എന്ന് അറിഞ്ഞില്ല. ഞാനൊരു 5-6 വർഷമേ ആയിട്ടുള്ളൂ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട്. എത്രയോ പേര് ഇത് ചെയ്യുന്നു. നെക്സ്റ്റ് ടൈം ഞാൻ രാമേശ്വരത്ത് പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. ഇത് ടേക്ക് എ സ്മോൾ ബോട്ടിൽ, നമ്മൾ വാട്ടർ ബോട്ടിലാണ്, അത് കടലിൽ ഒഴിക്കുന്നു. എന്നിട്ട് കടലിൻ്റെ അരികിലുള്ള മണ്ണ്, പൊല്യൂട്ടഡ് അല്ലാത്ത മണ്ണ്, കടലിൻ്റെ അടിയിലൊക്കെ ചെളിയാണില്ല, അതുകൊണ്ട് ആ അരികിൽ നിന്ന് മണ്ണെടുത്ത് കൊണ്ട് പോകും. ഈ ഒരു വ്യത്യാസവും നമുക്ക് നോർത്തും സൗത്തും തമ്മിലില്ല. ഇത് ഉണ്ടാക്കിയത് ഇവരാണ്. കഴിഞ്ഞ വർഷം കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞ് എറണാകുളത്ത് ഒരു പരിപാടി നടന്നു. അത് ഈ അഴിമുഖം എന്നൊക്കെ പറഞ്ഞൊരു പോർട്ടൽ നടത്തുന്ന ജോസി ജോസഫ് ഇവരൊക്കെയാണ്. ഇവർക്കൊക്കെ USAID ഫണ്ടിങ് കിട്ടിയെന്ന് ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞത് എൻ്റെ കയ്യിൽ വാർത്തയുണ്ട്. Now if you pay attention to the Indian journalist whose work is supported by the journalism fund, അതിൻ്റെ പേര് തന്നെ ജേർണലിസം ഫണ്ട് എന്നാണ്, you will find that either they are left leaning or working exclusively for the Wire founded by സിദ്ധാർത്ഥ വരദരാജൻ. വയർ പോർട്ടൽ ഉണ്ടല്ലോ, ദ വയർ, സിദ്ധാർത്ഥ വരദരാജൻ്റെ.
സിദ്ധാർത്ഥ വരദരാജൻ ഇന്ത്യൻ പൗരനല്ല. US. പേര് കേട്ട് കഴിയുമ്പോൾ സിദ്ധാർത്ഥ വരദരാജൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു തമിഴനാണെന്നല്ലേ എല്ലാവരും വിചാരിക്കുകയുള്ളൂ. ബട്ട് ഹീ ഈസ് നോട്ട് ഇന്ത്യൻ സിറ്റിസൺ. അത് വേറൊരു കഥയാണ്. എന്നിട്ട് ഇയാൾ എഴുതുന്നു, ഫോർ എക്സാമ്പിൾ, കുസും അറോറ covers Punjab region for the wire. Urvashi Sarkar and Varsha Togalkar work exclusively for the wire. In addition to these two, very prominent names are there, Ajay Bashir and Josie Joseph. ഈ ജോസി ജോസഫാണ് ഈ കട്ടിങ് സൗത്തിൻ്റെയൊക്കെ ഏർപ്പാട് നടത്തിയത് എറണാകുളത്ത്. ഞാനത് അവർ ഫേസ്ബുക്ക് ലൈവ് ചെയ്തു. അപ്പോൾ ഫേസ്ബുക്ക് ലൈവ് ആർക്കും കാണാമല്ലോ. ഞാൻ കയറി കണ്ടു. എറണാകുളം ടൗൺ ഹാളിൽ ഒരു 500 പേർക്ക് ഇരിക്കാവുന്ന AC ഹാളുണ്ട് മുകളിൽ, ടൗൺ ഹാളിൻ്റെ മുകളിൽ 2 ഹാളാണ്. താഴെയുള്ളത് 1000 പേർക്ക്, അതിൽ AC ഇല്ല. മുകളിൽ 500 പേർക്ക് അതിൽ AC ഉണ്ട്. അതിലാണ് യോഗം. ഈ യോഗത്തിൽ ഈ ക്യാമറ പാൻ ചെയ്യും. ഇവർ ലൈവ് നടക്കുമ്പോൾ പാൻ ചെയ്തപ്പോൾ ഞാൻ എണ്ണി നോക്കി, 14 പേരാണ്. ഇത്ര വലിയ അഡ്വർടൈസ്മെൻറ്റും സംഗതിയൊക്കെ നടത്തി പിണറായി വിജയൻ ഓൺലൈൻ ഉദ്ഘാടനം ചെയ്ത് ഒക്കെ ചെയ്ത് 500 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയത്തിൽ 14 പേരിരിപ്പുണ്ട്. ഒരു ലൈവ് ചെയ്യുന്ന ആളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 15 പേരായി. സ്റ്റേജിലും ഏകദേശം 14 പേരിരിപ്പുണ്ട്. അങ്ങനെ 14 28 പേര് രഹസ്യമായി നടത്തിയ ചർച്ചയാണ് കട്ടിങ് സൗത്ത് എന്നുള്ള പേര്. ഇത് കേസാകുന്നത് ബാംഗ്ലൂരിൽ ഇവർക്കെതിരെ കേസ് വന്നു. വാട്ട് ഡു യു മീൻ ബൈ കട്ടിങ് സൗത്ത്? ഇറ്റ് ഈസ് ആൻ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റി. ദ വേർഡ് കട്ടിങ് സൗത്ത് അത് കാണിക്കുന്നുള്ളൂ. സൗത്തിനെ അതിൻ്റെ പടമൊക്കെ അവർ കാണിക്കും. നോർത്ത് ഇന്ത്യ വേറെ, സൗത്ത് ആന്ധ്ര, കർണാടക, തെലങ്കാന, തമിഴ്നാട്, കേരളം ഒക്കെ ബ്ലാക്ക് കളറിൽ, മറ്റേത് വൈറ്റിലോ അല്ലെങ്കിൽ സഫ്രോണിലോ കാണിക്കും. ഇതാണ് കട്ടിങ് സൗത്തിൻ്റെ സിമ്പിളായിട്ട് അവർ കാണുന്നത്. സൗത്ത് ഇന്ത്യ വേറെ ആക്കുക, കട്ടിങ് സൗത്ത്, ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത പാർട്ടികൾ ഇവരാണ്. സർ, അവിടെയാണ് സർ ഒരു ഈക്കോ സിസ്റ്റം നമുക്ക് കാണാം അല്ലേ? ഈ ജേർണലിസ്റ്റും ചില യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആയിട്ട് നിൽക്കുന്ന പൊളിറ്റീഷ്യൻസും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ എപ്പോഴും സൗത്തിൽ വന്നാൽ പറയും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ പൊട്ടന്മാരാണ്, അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ BJPക്ക് വോട്ട് ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾക്കെല്ലാം ഭയങ്കര ബുദ്ധിയാണ് എന്നുള്ള മാതിരി ഇവരെ പറഞ്ഞു പൊക്കി. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഡിവൈഡ് കാസ്റ്റിൻ്റെ കാര്യത്തിലും അങ്ങനെ പറയുന്നുണ്ട്. ദാറ്റ് നിങ്ങളുടെ പെർസെൻറ്റേജ് ഇത്രയാണെങ്കിൽ ഈ ലോ കാസ്റ്റിനല്ലേ, അവരുടെ കാസ്റ്റിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സീറ്റ്സ് കിട്ടണം, ജോബ്സ് കിട്ടണം. അത് കോൺഗ്രസ് പാർട്ടിയിൽ പോലും നടപ്പിലാക്കാത്ത കാര്യങ്ങളാണ്. അവർ ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യുദ്ധം. ഈ ഇവരിങ്ങനെ സക്സസ്ഫുൾ ആകുന്നതിൻ്റെ ഒരു കാരണം നമ്മളെപ്പോലുള്ള നാഷണലിസ്റ്റുകൾ ഒരു കൗണ്ടർ നരേറ്റീവ് തയ്യാറാക്കുന്നില്ല, ഫാക്റ്റ് തയ്യാറാക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നില്ല. അതും ഒരു കാരണമാണ്. ഈ രാജ്യത്തെ ഒന്നായിട്ട് നിലനിർത്തണമെങ്കിൽ നാഷണലിസ്റ്റുകൾ 24/365 ജാഗരൂകരായി നിന്നേ പറ്റുള്ളൂ. ഇപ്പോൾ എത്ര പേർക്കറിയാം, ഗുജറാത്തിൽ വലിയ കലാപം നടന്നു, ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി, മുസ്ലിം വംശഹത്യ, ആസിഫ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടൊരു വംശമുണ്ട്, ഒരു റേസ് ഉണ്ട് എന്നുള്ള മട്ടിൽ ഇതൊക്കെ നടന്നു. ലക്ഷ്മിക്കറിയാം 12 ലക്ഷം മലയാളികളാണ് ഗുജറാത്തിലുള്ളത്. അതിൽ തീർച്ചയായിട്ടും മുസ്ലിങ്ങളും ഉണ്ട്. 12 ലക്ഷത്തിൽ ഒരാൾ ഗുജറാത്ത് വിട്ടു പോയിട്ടില്ല, ഒരാൾ പോലും പോയിട്ടില്ല. എന്നാൽ ഗുജറാത്തിൽ ജീവിക്കുന്ന മലയാളികളായ ഒരു 5 മുസ്ലിങ്ങളെ കേരളത്തിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കാൻ, അവരെ പ്രദർശിപ്പിക്കാൻ റൈറ്റ് വിങ് തയ്യാറായോ? അതുമില്ല. വി ഹാവ് ബീൻ ഗിവിങ് എ വാക്ക് ഓവർ ടു ദം. ഞാനീ പറയുന്ന കാര്യം നമുക്ക് 2 പേർക്ക് ചെയ്യാമായിരുന്നു, നമ്മളെക്കാൾ വലിയ സന്നാഹമുള്ള BJPക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ആരും ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഇൻസിഡൻസ്, ഒരാൾക്കൂട്ട കൊലപാതകം ജാർഖണ്ഡിൽ നടന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ യു ബിക്കം ഡിഫെൻസീവ്. അയ്യോ അത് മോശമായിപ്പോയി. എന്താ സംഭവിച്ചതെന്ന് ആരും ചോദിക്കുന്നില്ല. അങ്ങനെയാണ് ഒരു നരേറ്റീവ്. ഞാൻ അന്തം വിട്ടു പോയത് അഖ്ലാഖ്, ഫ്രിഡ്ജിൽ ബീഫ് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രശ്നം അന്ന് ഈ പറഞ്ഞ എന്തായിരുന്നു ആ സ്ഥലപ്പേര്? ഡു യു റിമെമ്പർ? അത് ഉത്തർപ്രദേശിലാണ് ആ സ്ഥലം.
അപ്പോൾ ഉത്തർപ്രദേശിൽ നടന്ന ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷന് അഖിലേഷ് യാദവ് അല്ലേ റെസ്പോൺസിബിൾ ആകേണ്ടത്? ആയില്ല, മോദി റെസ്പോൺസിബിളായി. മോദിയാണ് റെസ്പോൺസിബിൾ എന്നുള്ള മട്ടിൽ സകല ബൂലിയൻ നരേറ്റീവ് ഓടിച്ചു. ബട്ട് ഇൻഫാക്ട് അഖിലേഷ് യാദവാണ് റെസ്പോൺസിബിൾ. ഇവിടെ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ മോദി റെസ്പോൺസിബിൾ ആകുമോ അതോ പിണറായി വിജയൻ റെസ്പോൺസിബിൾ ആകുമോ? ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നോക്കേണ്ടത് ആരാണ്? ബട്ട് ദെൻ ഇവിടെ നടന്ന കൊലപാതകത്തിന് മോദിയെ കുറ്റം പറഞ്ഞുകൊണ്ട് വലിയൊരു ഇൻ്റർനാഷണലി ദാറ്റ് ടുക്ക് പ്ലേസ്. ഇതെല്ലാം നിസ്സഹായരായിട്ട് ദേശീയവാദികൾ നോക്കിക്കൊണ്ട് നിന്നു. ഇപ്പോൾ കട്ടിംഗ് സൗത്ത് ഇവരുടെ നടന്നു. ദേശീയവാദികൾ ഒരു കൗണ്ടർ പ്രോഗ്രാം വെച്ചു. അതിൻ്റെ പേര് ബ്രിഡ്ജിങ് സൗത്ത്. നിങ്ങൾ ബ്രിഡ്ജിങ് എന്ന് പറയുമ്പോൾ തന്നെ ദർ ഈസ് എ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് വൈ യു ആർ ബ്രിഡ്ജിങ് ഇറ്റ്. ഇല്ലേ, ഒരു കട്ടുണ്ട്, അതിന് നിങ്ങൾ ബ്രിഡ്ജ് പണിയുന്നു. ആ സംജ്ഞ തന്നെ ശരിയല്ല. യു നീ നോട്ട് ബിൽഡ് എ ബ്രിഡ്ജ് ബിക്കോസ് ബ്രിഡ്ജ് ഈസ് നോട്ട് റിക്വയർഡ്, വി ആർ വൺ. അപ്പോൾ ആ നെറേറ്റീവ് തെറ്റിപ്പോയി. ബ്രിഡ്ജിങ് സൗത്ത് എന്ന് പറയുമ്പോൾ ദർ ഈസ് എ ഡിഫറൻസ് ആൻഡ് യു ആർ ബ്രിഡ്ജിങ് ഇറ്റ് എന്നുള്ള അർത്ഥം അതിനകത്ത് വന്നു. ഇങ്ങനെ ഇപ്പുറത്തും കുറേ നമ്മൾ കൗണ്ടർ ചെയ്യാൻ തോറ്റുപോകുന്ന കുറേ സാധനങ്ങളുണ്ട്. വി ഓൾസോ ഫെയിൽ ഇൻ സാറ്റിസ്ഫൈങ് അവർ ഡ്യൂട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെയൊക്കെ പേരൊക്കെ ഞാൻ അല്ലെങ്കിൽ ഹൂ കെയർസ് ടു നെയിം ഓൾ ദീസ് പീപ്പിൾ, ഇറ്റ്സ് ബിലോ മൈ ഡിഗ്നിറ്റി ടു പ്രൊനൗൺസ് ദെയർ നെയിംസ്. അത്രയ്ക്ക് രാജ്യദ്രോഹികളായിട്ടുള്ള ആൾക്കാരാണ്. ബട്ട് ദെൻ ഓക്കെ, ഇറ്റ് ഹാപ്പൻ. എന്നിട്ട് ഇവർ തുടങ്ങിയ ഫാക്ട് ശാല, ഇപ്പം ഈ അംബാസഡറായിട്ട് വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ ജയന്ത് മാത്യു, ആ സ്ഥാപനം ഫാക്ട് ശാലയാണ്. ഫാക്ട് ശാല വാർത്ത പുറത്തു വന്നിരിക്കുന്നത് വിച്ച് ഓപ്പറേറ്റ്സ് അണ്ടർ ഡാറ്റ ലീഡ്സ് ക്ലെയിംസ് ടു ബി ആൻ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ഫോർ മീഡിയ പേഴ്സണൽ. Data Leads is founded by Syed Nazakat and claims to have trained 75,000 media personnel. 75,000 പേരെ ട്രെയിൻ ചെയ്ത് വിട്ടിരിക്കുകയാണ്. നൗ യു അണ്ടർസ്റ്റാൻഡ് കേരള ചാനലുകളിലിരുന്ന് സംസാരിക്കുന്നവർ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരു നൂല് എവിടെയെങ്കിലും ചെന്നിട്ട് മീഡിയ വണ്ണിൽ കൊന്ന് കൊളുത്തേണ്ടതാണല്ലോ. അതിലെ ആൾക്കാരുടെ പേര് പുറത്തു വരും. ഇതൊക്കെ പുറത്ത് വരുത്തി ടൈമില്ല. ചില കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്തില്ലെങ്കിൽ ടൈം വിൽ സോൾവ് ദ പ്രോബ്ലം. കാലത്തിന് കാത്തു നിൽക്കാൻ പറ്റില്ല. ഫാക്ട് ശാല ഈസ് ബാക്ക്ഡ് ബൈ ദ ഗൂഗിൾ ന്യൂസ് ഇനിഷ്യേറ്റീവ് എഗൻസ്റ്റ് മിസ്ഇൻഫർമേഷൻ. മിസ്ഇൻഫർമേഷൻ തടയാനെന്ന് പറഞ്ഞിട്ട് ഇവർ ഗൂഗിൾ ന്യൂസ് തുടങ്ങുക. എന്നിട്ട് അതിലൂടെ മിസ്ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ ഒക്കെ ഇവർ തന്നെ അങ്ങ് പരത്തുക. നമ്മൾ നോക്കുമ്പോൾ ഇവരൊക്കെ വലിയ മാന്യന്മാരാണ്. ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, എവറിത്തിങ്. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. സർ, ഈ ആന്റി സി എയുടെ ഒക്കെ ഇതിന് പ്രൊട്ടസ്റ്റിന് ഫർഹാൻ അക്തർ ഒക്കെ വന്നിരുന്നു. ഫർഹാൻ അക്തറിനോട് എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ. അതുമാതിരി ഒരു എക്കോസിസ്റ്റം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെലിബ്രിറ്റീസ്, ജേർണലിസ്റ്റ്സ്, യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആയിട്ട് പൊളിറ്റീഷ്യൻസ്, നമ്മുടെ ഗവൺമെൻറ്റുമായിട്ടും പക്ഷേ USAID ഇൻവോൾവ് ആണ് സർ. സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ അവർ പാർട്ട്ണറാണ് അത്രേ. അതേമാതിരി അഗ്രികൾച്ചർ മിനിസ്ട്രി. അപ്പോൾ രണ്ട് ഭാഗത്തും കളിക്കുന്നുണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിത് ചെയ്യും. ഇപ്പം ഈ വാർത്തയൊക്കെ പുറത്ത് വന്നില്ലേ, വിക്കിലീക്സ് പുറത്തു വിട്ടു. നൗ വാട്ട് വിൽ ബി ദ കൗണ്ടർ നരേറ്റീവ്? അവർ പറയും, യു സി സ്വച്ഛ് ഭാരതിൽ ഞങ്ങൾ ഇത്ര പണം മുടക്കി, ഇത്ര വോളണ്ടിയേഴ്സിനെ ഉണ്ടാക്കി, ഇന്ന ട്രെയിനിങ് കൊടുത്തു, അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വരും. കോവിഡ് കാലത്ത് നരേന്ദ്രമോദി ഡയറക്റ്റ് ഞങ്ങൾക്ക് എഴുതിയ കത്ത് ഇതായിരിക്കുന്നു. അപ്പോൾ ആ കത്ത് ആരുടെ ചെയ്യുമ്പോൾ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഓർഫനേജ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടൊരു പേരുണ്ടാകും. ഇത് ഇൻ്റർനാഷണൽ ഓർഫനേജ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പ്രധാനമന്ത്രി ഒരു കത്ത് അവർക്ക് കൊടുക്കും. ഐ അപ്രീഷിയേറ്റ് യുവർ. അനന്തു കൃഷ്ണനും പ്രധാനമന്ത്രിയും ചേർന്ന് ഫോട്ടോ വന്നില്ലേ. ഹീ ഈസ് എ പബ്ലിക് ഫിഗർ. യു ആസ്ക് ഫോർ ആൻ അപ്പോയിൻമെൻറ്റ്. ഞാനും ലക്ഷ്മി ഒരു അപ്പോയിൻമെൻറ്റിന് മെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസവും ടൈമും ഫിക്സ് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് എ റിപ്ലൈ. ആ സമയത്ത് യു ക്യാൻ ഗോ ടു മോദീസ് ഹൗസ് ആൻഡ് മീറ്റ് ഹിം, ടേക്ക് എ ഫോട്ടോഗ്രാഫ്, നത്തിങ്. ബട്ട് ഓൺലി തിങ് യു വിൽ ബി മാർക്ക്ഡ് ബൈ ഇൻ്റലിജൻസ്. ഇത് ഈ അനന്തു കൃഷ്ണന്മാർക്ക് അറിഞ്ഞുകൂടാ. അതെ, ഇത് പൊളിയണത്. ലുക്ക്, KP യോഹന്നാൻ അദ്ദേഹം പോയി മോദിയെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തു. 3 മാസത്തിനകം ബിലീവേഴ്സ് ചർച്ചിൽ റെയ്ഡ് നടന്നു.
6,000 കോടി രൂപയുടെ കറൻസി പിടിച്ചു, ഒന്നും പറയണ്ട, ആ കുഴപ്പത്തിലായി. ഇപ്പോൾ ആ സീക്വൻസ് ഞാൻ നോക്കുമ്പോഴല്ലോ അനന്തകൃഷ്ണൻ പോയി ഷോളൊക്കെ അണിയിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു. അനന്തകൃഷ്ണൻ ഹാപ്പൻ ടു ബി ഇൻ ദ റഡാർ ഓഫ് നമ്മളെ അജിത് ഡോവൽ ആൻഡ് സി ഹീസ് കോട്ട്. ഇപ്പൊ ഇഡി അന്വേഷണം തുടങ്ങി. സോ ബിവെയർ യു. നിങ്ങൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ കണ്ടിട്ട് അങ്ങ് രക്ഷപ്പെട്ട് കളയാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ കൊണ്ടുപോയി തലവയ്ക്കുകയാണ്. ബിഫോർ യു ഗോ ആൻഡ് മീറ്റ് മോദി എൻഷുർ ദാറ്റ് യു ആർ സ്ട്രേറ്റ് ഫോർവേഡ്. അതല്ലെങ്കിൽ അടുത്തേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ മനസ്സിൽ വന്ന ചോദ്യവും അതായിരുന്നു സർ. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും സക്സസ്ഫുള്ളി നടന്നത് എന്തുകൊണ്ട് മോദിക്ക് തടയാൻ പറ്റി, എങ്ങനെ തടയാൻ പറ്റി എന്നുള്ളത്. നമ്മളെപ്പോലെയുള്ള ദേശീയവാദികളുള്ളതുകൊണ്ട്, നമ്മൾ പുറത്തിറങ്ങി വോട്ട് ചെയ്തതുകൊണ്ട്, എന്നിട്ടും ഡാമേജ് ഉണ്ടായില്ലേ. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കാസ്റ്റ് സെൻസസ് ഇതൊക്കെ കാണിച്ചിട്ട് മോദി പിന്നെ അമിത്ഷായുടെ പ്രസംഗം തന്നെ പുതിയൊരു പ്രസംഗം ഉണ്ടാക്കി, ഡീപ് ഫേക്കിലിട്ട് പ്രസംഗം ഉണ്ടാക്കി, അങ്ങനെയൊക്കെ ഒരുപാട് ദ്രോഹം ചെയ്തു. ബട്ട് ആകെ അവർക്ക് പറ്റിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇൻസ്പൈറ്റ് ഓഫ് എവറിഥിങ് മോദി ഒരു 240 സീറ്റിൽ പിടിച്ചു നിന്നു. വിത്ത് ഹിസ് അലൈസ് നൗ ഹീ ഈസ് അൺസ്റ്റോപ്പബിൾ. ആൻഡ് യു സീ ഹൗ ഇന്ത്യൻ പബ്ലിക് റിയാക്റ്റഡ്. ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പ് നോക്കും, ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. മഹാരാഷ്ട്രയിൽ ഭൂരിപക്ഷം കൊടുത്തു. ഹരിയാന തോൽക്കുമെന്ന് എല്ലാവരും BJP-ക്കാരടക്കം സമ്മതിച്ചതാണ്. TV ചാനലിൽ BJP-ക്കാർ പറഞ്ഞു ദിസ് ടൈം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ us. പിന്നെ തോക്കും ഞങ്ങൾ സമ്മതിക്കുന്നു. ബട്ട് ഇറ്റ് വാസ് അൻ അക്സെപ്റ്റൻസ്. ഫഡ്നവിസും പറഞ്ഞു ഞാൻ ജയിക്കുന്നറിയായിരുന്നു, പക്ഷെ ഇത് ഇത്രയും കിട്ടുന്ന ഞങ്ങൾ പറഞ്ഞില്ല. അത് ഈ പറ്റിപ്പോയൊരു അബദ്ധത്തിന് പ്രായശ്ചിത്തമായിട്ട് ആൾക്കാർ കൊടുക്കുന്ന വോട്ടാണ്. ഇത്തവണ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഈ പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ട് അവർ. അതർവൈസ് 7 സീറ്റും മോദിക്ക് കൊടുക്കുന്നവരാണ് ലോക്സഭ വരുമ്പോൾ. അവർ പറഞ്ഞു മറ്റാരോ നിങ്ങളെ മഹാരാഷ്ട്രയിൽ ഉത്തർപ്രദേശിൽ ഉപദ്രവിച്ചു, കഷ്ടം, ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഈ അസംബ്ലിയും കൂടെ നിങ്ങൾക്ക് അങ്ങ് തന്നേക്കാം. ദിസ് ഇസ് വാട്ട് ഒരു പ്രായശ്ചിത്തം പോലെ ഇന്ത്യൻ ജനത അങ്ങേർക്ക് വോട്ട് ചെയ്യാം. അങ്ങേർക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ മോദിയുടെ വ്യക്തിപ്രഭാവം മാത്രമല്ല, ഈ വോട്ട് ദേശീയതയ്ക്കുള്ള വോട്ടാണ്. ഒരുപാട് പേർക്ക് മോദിയെ ഇഷ്ടമല്ല, അതറിയാമോ? ഒരുപാട് പേർക്ക് പല കാര്യങ്ങളിൽ മോദിയോട്. പക്ഷേ ഈ ഒരു ജനറൽ കോസ് നോക്കുമ്പോൾ നാഷണലിസ്റ്റ് ആരായി കൂട്ടത്തിൽ മോദിയാണ്. അല്ല മോദി ഇന്നൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തില്ല, സാരമില്ല. ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ അതൊന്നും ഇഷ്യൂ ആക്കണ്ട. ഹീ ഈസ് ദ കാൻഡിഡേറ്റ് ഓഫ് അവർ നേഷൻ. ആ നാഷണൽ ഫീലിംഗ് ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കാൻ ഇവർ സഹസ്രം പയറ്റിയിട്ടും സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇടയ്ക്ക് UPA സർക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം പോയി എന്നൊക്കെ തോന്നി. ബട്ട് ഇന്ത്യൻ ജനത ഭീകരമായിട്ട് തിരിച്ചടിച്ചു. അതിന് ഒരു റാലിയിങ് പോയിന്റ് വേണമായിരുന്നു. ദാറ്റ് ഹാപ്പൻസ് ടു ബി മോദി. കറക്റ്റ്. മോദി അത് ഒരു നിയോഗം പോലെ അത് മോദിയുടെ തലയിൽ വന്നു. അങ്ങനെയാണ് മോദി ഉണ്ടാവുന്നതും നാഷണലിസം വീണ്ടും മറഞ്ഞു കിടന്നിരുന്നത് പെട്ടെന്ന് തീപിടിച്ച് ആളിപ്പടരുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ശരി ചെയ്യട്ടെ. ഇപ്പോൾ USA ഇടിഞ്ഞ കാശുണ്ട്, അവർ വീണ്ടും കാശ് മുടക്കും. ട്രംപ് ഇപ്പോൾ ഫ്രീസ് ചെയ്ത് നോക്കണ്ട. ട്രംപിനും ഇതൊക്കെ കുറച്ച് ആവശ്യം വരും. അങ്ങേരും റെജീം ചേഞ്ചിനൊക്കെ കൂട്ടുനിൽക്കും. ഡോണ്ട് തിങ്ക് ദാറ്റ് മറ്റേ ലോകത്ത് മുഴുവൻ നമ്മുടെ ഫ്രണ്ട്സാണ്, അങ്ങനെയൊന്നുമില്ല. ലോകത്തിന് ഓരോ രാജ്യത്തിനും അവരുടെ താല്പര്യമാണ് വലുത്. അത് നോക്കി അവർ പ്രവർത്തിക്കും. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. താങ്ക് യു സർ.